വെള്ളത്തിന്റെ അടിയിൽ നിറച്ചും മരത്തിന്റെ കുറ്റികളാ. ഇതിപ്പോ എങ്ങോട്ട് പോകാൻ ഉദ്ദേശിച്ച് ഞങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണത്, അങ്ങോട്ടാ പോട്ടത്. ഇതിന്റെ ഉള്ളിലേക്ക് ഇൻസെക്ട് വരുമ്പോഴത്തേക്കും ഈ ചെടി ഇങ്ങനെ മൂടും. അങ്ങനെ കെട്ടിവലിച്ച് കൊണ്ടുപോവാണ് ഞങ്ങളെ. കർത്താവേ, വെള്ളം നല്ല ഐസ് പോലെ. ഞങ്ങള് ലഗൂണിൽ കുളിക്കാൻ പോവാ. കാടിന്റെ ഉള്ളിലാണ് ഞങ്ങള്, കാടിന്റെ ഉള്ളില്. ഈ ചത്തല് ഞങ്ങള്, പക്ഷേ അതുങ്ങളാ വന്ന് രക്ഷിച്ചത്. നമ്മള് വെയിറ്റ് ചെയ്തിരുന്നത് ഒന്ന് രാത്രിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. രാത്രിത്തെ വൈബ് ഭയങ്കര പൊളി. സ്ട്രീറ്റ് ഫുഡ്, വേറെ കുറെ ആക്ടിവിറ്റീസ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് സ്ട്രീറ്റില്. അപ്പൊ അതൊക്കെ ഒന്ന് കാണാൻ. മസാജ് പാർലേഴ്സ് ഉണ്ട്. ഇവിടെ വന്നപ്പോ ക്രോക്കഡൈൽ ഉണ്ട്. ക്രോക്കഡൈൽ നമുക്ക് കഴിക്കണം. കണ്ടോ, വരുന്നുണ്ടടാ ക്രോക്കഡൈലും കൊണ്ട് ചീങ്കണ്ണി. ഇത് ഇത്രയും പാവം പിടിച്ച ജീവിയായിരുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. ഒന്ന് തിന്നോണ്ടിരിക്കാണ്. നമ്മളാണെങ്കിൽ അടുത്ത കൂടി പോവോ? എടി, ഇത് അങ്ങനെ വളർത്തണതായിരിക്കുള്ളൂ. ബീഫൊക്കെ കഴിക്കൂലേ? എന്തിനാ പിന്നെ കഷ്ടപ്പെട്ട് കഴിക്കാൻ? ഇങ്ങനെ കഴിക്കണം. കുഴപ്പമൊന്നുമില്ല. ശരിക്കും ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാ. പക്ഷെ ഈ മുതലേനെ നമുക്ക് ഓർമ്മ വരുന്നു. മുതലേനെ നമുക്ക് ശീലമില്ലല്ലോ, അതുകൊണ്ടാണ്. എനിക്ക് തിന്നാൻ പറ്റില്ല സുഹൃത്തുക്കളെ. ഞാൻ തുപ്പി. ഞാൻ കഴിച്ചു. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ പാർസൽ മേടിച്ചു. ഇവിടുന്ന് കഴിക്കാനുള്ള ശക്തിയില്ല. നടന്ന് ഉപ്പാട് ഇളകി, ഉറങ്ങിയിട്ടുമില്ല. ഭയങ്കര ടയേർഡാ. അപ്പൊ റൂമിൽ ചെന്നിട്ട് കഴിക്കാന്ന് വിചാരിച്ച് പാർസൽ മേടിച്ചു. ഇപ്പൊ ഞങ്ങൾ ടുക് ടുക്കില് യാത്ര ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്. കിടന്നത് മാത്രമേ ഓർമ്മയുണ്ടായുള്ളൂ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. 7 മണിക്ക് അലാറം അടിച്ചത്. അതും ഇവളെ ഞാൻ കുത്തിപ്പൊക്കിയാണ് എഴുന്നേറ്റത്. കുത്തിപ്പൊക്കി എഴുന്നേറ്റ് ആദ്യം റെഡിയായത്. അത് ചിലപ്പോൾ അവളായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇവിടെ റെസ്റ്റോറൻറ്റിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. മധുരം, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് നമ്മൾ എടുത്തില്ല. എന്താണെങ്കിലും ഞങ്ങൾ കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. രാവിലെ കയാക്കിങ്ങിന് പോകും. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ലോങ് ടെയിൽ ബോട്ടിൽ വേറൊരു ഐലൻഡിലേക്ക് പോകും എന്നാണ് പറയണത്. അപ്പം നമ്മുടെ ഡ്രൈവർ വെയിറ്റിംഗ് ഉണ്ട്. അത് എത്രയും വേഗം വണ്ടി കയറണം. അത് തന്നെ, കയാക്കിങ്ങിന്റെ സ്ഥലത്ത് നമ്മൾ വെള്ളത്തിലൊരു പൊളിയായിരിക്കും. അപ്പൊ നമ്മള് കയാക്കിങ്ങിന്റെ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പക്ഷേ ഇല്ലേ, നമുക്ക് പോകുമ്പോ നമുക്ക് വേറൊരു നാട്ടിൽ കൂടി പോണെന്ന് തോന്നൂല. ഇത് ശരിക്കും കേരളം, തെങ്ങ്, റബ്ബർ തോട്ടം ഉണ്ടോ. റബ്ബർ തോട്ടാണ് ഇവിടെ മെയിൻ. അതുപോലെ വെയിലോ, കേരളത്തിന്റെ അതേ വെയില്. പിന്നെ വേർക്കൂല, ഹ്യൂമിഡിറ്റി കുറവാണ്. അത്ര ഒരു വ്യത്യാസമുള്ളു. പിന്നെ ഒരു വ്യത്യാസം ഉള്ളത് എവിടെയാണെന്നറിയാമോ? റോഡ് സ്മൂത്ത് ആയിട്ട് പോവാം. അത് എത്ര കുഞ്ഞു വഴിയിലെ റോഡാണെങ്കിലും അല്ലേ, നമ്മുടെ അവിടെ ഈ പഞ്ചായത്ത് റോഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടുത്തെ നല്ല പെർഫെക്റ്റ് റോഡാണ്. സ്മൂത്ത് ഡ്രൈവ് മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം. ബാക്കി എല്ലാം നമ്മുടെ ശരിക്കും കേരളത്തിന്റെ ഭൂപ്രകൃതിയാണ്. ഇവിടെ ഒരു വ്യത്യാസവും തോന്നില്ല. Swimming. Yes, swimming. Good. Swimming Water very cold. And you look, water spring. I don't know swimming. You go inside. Okay, you look for it. Very, very beautiful, and you. Like swimming, okay? And എനിക്ക് മനസ്സിലായി. And you come here for swimming over there, and you some eat pineapple food. Finish pineapple food, and you look pineapple farm. And you finish pineapple farm, you go for hotel, you look for program, okay? What's your name? Thank you. Dada.
Dada. Dada. പഠിച്ചോ അഞ്ജലി. My name Dada. Oh my God, accident. Oh. Hi. ശരിക്കും അല്ലേ, ശരിക്കും ഇവിടെ മരത്തിന്റെ കുറ്റികളാണ്. മരത്തിന്റെ ഈ വെള്ളത്തിന്റെ അടിയിൽ നിറച്ചും മരത്തിന്റെ കുറ്റികളാണ്. പേടിക്കേണ്ട ഒന്നുമില്ലാട്ടോ ഇവിടെ. കാരണം എല്ലായിടത്തും നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ആഴമുള്ളൂ. വെള്ളം നല്ല തണുപ്പുമാണ്. പക്ഷേ ഈ കുറ്റികളുള്ളപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കായി പോകും. ഇങ്ങനെ വേറെ വഞ്ചികൾ വന്ന് നമ്മളെ ഇടിക്കും. ഇതിപ്പോ എങ്ങോട്ട് പോകാനും ഉദ്ദേശിച്ച് ഞങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നത്, അങ്ങോട്ടാ പോട്ടത്. പിക്ചർ പ്ലാന്റ്, നമ്മുടെ ഇൻസെക്ട്സിനെ കഴിക്കുന്ന ചെടി. ഇതിന്റെ ഉള്ളിലേക്ക് ഇൻസെക്ട് വരുമ്പോഴത്തേക്കും ഈ ചെടി ഇങ്ങനെ മൂടും. അങ്ങനെ ഇവിടെ വെച്ച് ഡൈജഷൻ നടക്കും. പാരസൈറ്റ്. എടി ഞാൻ നോക്കട്ടെ, എന്റെ കൈയിട്ട് നോക്കട്ടെ. നിന്റെ കൈ നോക്കാടി എന്ത് സംഭവിക്കും നോക്കാം. അവസാനം ഞങ്ങളുടെ കഴിവ് കാരണം അവർക്ക് മനസ്സിലായി ഞങ്ങൾ എവിടെ എത്തൂല. 2 ബോട്ടുകാര് കെട്ടി വലിച്ചു കൊണ്ടുപോവാണ് ഞങ്ങളെ. കർത്താവേ, വെള്ളം നല്ല ഐസ് പോലെ ഇരിക്കണം. ഞങ്ങള് ലഗൂണിൽ കുളിക്കാൻ പോവാ. കാട്ടിന്റെ ഉള്ളിലാണ് ഞങ്ങള്, കാടിന്റെ ഉള്ളില്. ട്രാഫിക് ജാം, കടക്കാൻ പറ്റുന്നില്ല. ഔട്ട് കംപ്ലീറ്റ്ലി. കുറേ ദൂരം കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് ഒരു കാടിന്റെ ഉള്ളിലോട്ടൊക്കെ വന്നിട്ടോ. അവിടെ നിറച്ചു ആൾക്കാർ. അവിടെ വെള്ളത്തിലിറങ്ങാൻ നമുക്ക് പറ്റൂല. പേര് ഊരും കുടിയും എവിടെ? ഇവിടെയാണ് ഏറ്റവും പ്യുവറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലം. ഇവിടെ നിറച്ചത് ഇത് കണ്ട തുമ്പി, ഈർക്കിലി തുമ്പി ഇല്ലേ, ഈർക്കിലി തുമ്പി ഉണ്ട്. ഇതിന്റെ താഴെ വരെ കാണാൻ പറ്റും. ഈ താഴെ ഇങ്ങനെ ബബിൾസ് വരും. അങ്ങനെ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മുങ്ങി ചത്തല് ഞങ്ങള്. പക്ഷേ അതുങ്ങളാ വന്ന് രക്ഷിച്ചത്. ആദ്യം പിള്ളേരെ കണ്ടപ്പോഴത്തേക്കും മഞ്ജു അയ്യോ അവരെന്തോ അവരൊരു കുറ്റിയുടെ മുകളിൽ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് കാണിക്കുമായിരുന്നു. അപ്പൊ ഞാനോർത്ത് നമുക്ക് പോയി രക്ഷിച്ചാലാന്ന് ഓർത്തു. പിന്നീട് മനസ്സിലായത് ഇങ്ങനെ കുറ്റിയുടെ മുകളിൽ പോണവരെ രക്ഷിക്കാനുള്ള കുട്ടികളാണെന്ന്. ഹായ്, വളരെ നന്നായിരുന്നു അത്. രക്ഷിക്കാനുള്ള കുട്ടികളാണെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. അവരാണ് ഞങ്ങളെ കൊണ്ടുപോയി ഇവിടം വരെ കൊണ്ടുവന്ന്. നോക്കി രണ്ടുപേരും ഇരിക്കുന്നത് കുഞ്ഞുങ്ങളാ. What's your name? My name is Pelpan. Pelpan. ക്ലിയോപാട്ര എന്ന് പറയുന്ന പോലെ എന്തോ ഒരു പേരാ. What's your name? Mosin. മോസിൻ. അങ്ങനെ നമുക്ക് കൃത്യം പേരൊന്നും അറിയാൻ പാടില്ല. ഒരു ഊഹം വെച്ച് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പൊ പോയി ഇരുന്ന് പൈനാപ്പിൾ തരാന്നാ ചേച്ചി പറഞ്ഞേക്കണേ. പോയി പൈനാപ്പിൾ തിന്നട്ടെ കേട്ടോ. അയ്യോ നമ്മച്ചി, ഇതൊന്നും തന്നാ പോരെ. എവിടെ ഭയങ്കര രസമാണ്. പക്ഷെ ഭയങ്കര വെയിലാ. രാവിലെ നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട് വേണം. നമ്മള് നല്ലോണം കഴിച്ചു. അപ്പൊ കയാക്കിങ് പൊളിച്ചു. നമ്മുടെ റൈഡ് അതായത് ഒട്ടും എന്താ മനുഷ്യനിർമ്മിതം എന്നൊക്കെ പറയില്ല, അങ്ങനെ അല്ലാത്ത ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലത്താണ് പോയിട്ട് വന്നത്. നമ്മൾ എവിടെ പോയാലും കാണാൻ പറ്റുമാവോ. സൂപ്പറായിരുന്നു. One minute. മോനെ ബേട്ടാ, 1 minute.